നമസ്കാരം. എൻ്റെ പേര് സരിത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്ലാസ്സിൽ സുധീഷാമാനി രാമകൃഷ്ണപിള്ള രചിച്ച കൃതിയാണ് ബാലകലേശം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ബാലകലേശ നിരൂപണം എന്ന കൃതിയാണ് സുധീഷാമാനി രാമകൃഷ്ണപിള്ള രചിച്ചത്. ബാലകലേശം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളത് സുധീഷാമാനി രാമകൃഷ്ണപിള്ള രചിച്ച കൃതിയാണ് ബാലകലേശ നിരൂപണം എന്നതാണ്. അപ്പോൾ അടുത്ത് ഇന്ന് പറയുന്നത് 2020 PSC നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത്? ഓപ്ഷൻസ്: തിരുക്കുറൾ, മണിമേഖല, തൊൽക്കാപ്പിയം, അകനാനൂറ്. ഉത്തരം തൊൽക്കാപ്പിയം. ഓപ്ഷൻ സി തൊൽക്കാപ്പിയമാണ് താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികൾ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പഴന്തമിഴ് പാട്ടുകൾ സഹായിക്കുന്നു. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. ഇനി തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവറാണ്. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവറാണ്. ഇനി തൊൽക്കാപ്പിയം രചിച്ചത് തൊൽക്കാപ്പിയർ. അപ്പോൾ തൊൽക്കാപ്പിയം രചിച്ചത് ആരാണ്? തൊൽക്കാപ്പിയർ. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവറാണ്. അകനാനൂറ് എന്ന കൃതി രചിച്ചത് രുദ്രവർമ്മൻ. അകനാനൂറ് എന്ന കൃതി രചിച്ചത് രുദ്രവർമ്മൻ. ഈ സംഘകാല സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവയിത്രിയാണ് ഔവ്വയാർ. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രിയാണ് ഔവ്വയാർ. ഇനി പതിറ്റുപത്ത് എന്ന കൃതി രചിച്ചത് കപിലറാണ്. പതിറ്റുപത്ത് എന്ന കൃതി രചിച്ചതാണ് കപിലർ. ഈ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം എന്ന് പറഞ്ഞു. തൊൽക്കാപ്പിയം രചിച്ചത് തൊൽക്കാപ്പിയറാണ്. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവർ. അകനാനൂറ് രചിച്ചത് രുദ്രവർമ്മൻ. പതിറ്റുപത്ത് എന്ന കൃതി രചിച്ചത് കപിലറാണ്. ഔവ്വയാർ ആരാണ്? സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രിയാണ് ഔവ്വയാർ. ഇനി തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുക്കുറൾ. തമിഴ് ബൈബിൾ എന്ന് പറയുന്നത് തിരുക്കുറൽ. തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം. തമിഴ് ഒഡീസി എന്നത് മണിമേഖല. ഇത് PSC ഈയിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുക്കുറലാണ്. തമിഴ് ഇലിയഡ് എന്നത് ചിലപ്പതികാരം. തമിഴ് ഒഡീസി എന്നത് മണിമേഖല. ഈ മണിമേഖല എന്ന കൃതി രചിച്ചത് സാത്തനാറാണ്. മണിമേഖല എന്ന കൃതി രചിച്ചത് സാത്തനാർ. മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന പ്രസിദ്ധമായ കൃതിയാണ് സാത്തനാർ രചിച്ച മണിമേഖല. മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രസിദ്ധമായ കൃതിയാണ് മണിമേഖല. ഇനി ഇത് പാഠഭാഗത്ത് 8ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് തന്നിട്ടുള്ള പ്രാചീന തമിഴകം എന്നതിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് സംഘസാഹിത്യത്തിലെ പ്രധാന കവികളാണ് കപിലർ, ഭരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ. സംഘസാഹിത്യത്തിൽ പ്രധാന കവികളാണ് കപിലർ, ഭരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ. ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഭാഗമാണിത്. കുറച്ച് പ്രധാനപ്പെട്ട സംഘകാല കൃതികളും അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് തിരുമുരു കാറ്റുപടൈ. കൂടാതെ മധുരൈ കാഞ്ചി എന്നത്. പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് തിരുമുരു കാറ്റുപടൈ എന്നത് കൃതിയും മധുരൈ കാഞ്ചി എന്ന കൃതിയും ഉൾപ്പെടുന്നത്. എട്ടുതുകൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന കൃതികൾ:
അകനാനൂറ്, പുറനാനൂറ്. കൂടാതെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് പതിറ്റുപത്ത്. എട്ടുതുക എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കൃതികളാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. അടുത്ത വിഭാഗമാണ് പതിനെൺ കീഴ്ക്കണക്ക്. ഇതിൽ ഉൾപ്പെടുന്നതാണ് തിരുക്കുറൾ, മുതുമൊഴി കാഞ്ചി. പതിനെൺ കീഴ്ക്കണക്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന കൃതികൾ തിരുക്കുറൾ, മുതുമൊഴി കാഞ്ചി. മഹാകാവ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ചിലപ്പതികാരം, മണിമേഖല. മഹാകാവ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ചിലപ്പതികാരം, മണിമേഖല. ഇനി വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പ്യം എന്നതും ഇതിൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഇപ്പോൾ പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് തിരുമുരു കാറ്റുപട, മധുരൈക്കാഞ്ചി എന്നിവ. എട്ടുതുക എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് എന്നിവ. പതിനെൺ കീഴ്ക്കണക്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് തിരുക്കുറൾ, മുതുമൊഴി കാഞ്ചി എന്നിവ. മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം, മണിമേഖല എന്നീ കൃതികൾ. സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സമാഹാരമാണ് പുറനാനൂറ്. സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സമാഹാരമാണ് പുറനാനൂറ്. പുറനാനൂറ് സമാഹരിച്ചത് പെരുന്തേവനാർ. പുറനാനൂറ് സമാഹരിച്ചത് ആരാണ്? പെരുന്തേവനാർ. സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സമാഹാരം പുറനാനൂറ്. ഇത് സമാഹരിച്ചത് പെരുന്തേവനാറാണ്. കേരളത്തിലെ ചരിത്ര പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരള ചരിത്ര പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ഈ പതിറ്റുപത്ത് എന്ന കവിതകൾ ക്രോഡീകരിച്ചത് പതണറാണ്. പതിറ്റുപത്ത് എന്ന കവിതകൾ ക്രോഡീകരിച്ചത് പതണറാണ്. പതിറ്റുപത്ത് രചിച്ചത് കപിലറാണെന്ന് പറഞ്ഞതാണ്. ഇനി കൃതിയും അത് സമാഹരിച്ചത് ആരെന്നുമാണ്. കുറുന്തൊകൈ എന്നത് കൃതി സമാഹരിച്ചത് പുരിക്കോ. കുറുന്തൊകൈ എന്ന കൃതി സമാഹരിച്ചത് പുരിക്കോ. അകനാനൂറ് എന്ന കൃതി സമാഹരിച്ചത് ഉരുപ്പിരജന്മാർ. ഉരുപ്പിരജന്മാരാണ് അകനാനൂറ് എന്ന കൃതി സമാഹരിച്ചത്. ഈ കലിത്തൊകൈ എന്ന കൃതി സമാഹരിച്ചത് നല്ലന്തുവനാർ. കലിത്തൊകൈ എന്ന കൃതി സമാഹരിച്ചത് നല്ലന്തുവനാർ. അടുത്ത ചോദ്യം ഇതാണ്: ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻസ്: ഗംഗ, സിന്ധു, ഗോദാവരി, കാവേരി. ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് കാവേരി, മഹാനദി, കൃഷ്ണ, നർമ്മദ, താപ്തി. ഇതിൽ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി എന്നിവ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നതാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇനി ഗോദാവരി എന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഇതാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയുമാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. രണ്ടാം സ്ഥാനത്തുള്ളത് കൃഷ്ണ നദിയാണ്. ഉപദ്വീപ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കൃഷ്ണ നദിയാണ്. ഇനി ഗോദാവരി നദിയുടെ പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി എന്നിവ. അപ്പോൾ ഗോദാവരി നദിയുടെ പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി എന്നിവ.
12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദീതീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദീതീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഇനി ഉപദ്വീപ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഗോദാവരി. കൂടാതെ ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. ഇതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളെല്ലാം ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അറബിക്കടലിലുമാണ് പതിക്കുന്നത്. അങ്ങനെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളായിട്ടുള്ളത് നർമ്മദ, താപ്തി എന്നിവയാണ്. അടുത്തത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ ഉത്ഭവം തലക്കാവേരി. കാവേരി നദിയുടെ ഉത്ഭവം തലക്കാവേരിയിൽ നിന്നാണ്. ഇതിൻ്റെ പോഷക നദികളാണ് കബനി, അമരാവതി. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, അമരാവതി. ഇതുവഴി കാവേരി നദിയിൽ കൂടി ഒഴുകുന്ന ആ ഒരു പ്രദേശത്തുള്ള ദ്വീപുകളാണ് ശ്രീരംഗപട്ടണം, ശിവസമുദ്രം. അപ്പോൾ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ശ്രീരംഗപട്ടണം, ശിവസമുദ്രം. ഇതിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഹൊഗനക്കൽ, ശിവസമുദ്രം. ഹൊഗനക്കൽ, ശിവസമുദ്രം എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. വെള്ളച്ചാട്ടങ്ങൾ പറഞ്ഞത് ഹൊഗനക്കൽ, ശിവസമുദ്രം എന്നിവയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് നിലവിൽ വന്നത് കാവേരി നദിയിലാണ്. ഇപ്പോഴത്തെ ഈ അണക്കെട്ടിൻ്റെ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്, കല്ലണൈ അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ട് നിലവിൽ വന്നത് കാവേരി നദിയിലാണ്. എന്നാൽ ഇപ്പോൾ കല്ലണൈ അണക്കെട്ടിൻ്റെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. അപ്പോൾ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. ഈ കാവേരി നദി ബംഗാൾ ഉൾക്കടൽ പതിക്കുന്ന സ്ഥലമാണ് പൂംബുഹാർ, തമിഴ്നാട്. ബംഗാൾ ഉൾക്കടൽ കാവേരി നദി പതിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ പൂംബുഹാർ. ഇനി നർമ്മദ നദി എന്നത് ഉപദ്വീപ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലുതാണ്. ഇതിൽ രണ്ടാമത്തെ നദിയാണ് താപ്തി. ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഗോദാവരി, നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. ഗോദാവരി, നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. ഉപദ്വീപ നദികളിലെ വെള്ളച്ചാട്ടങ്ങൾ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് വെള്ളച്ചാട്ടം. ഉപദ്വീപ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. ശരാവതി നദിയിലാണ്, കർണാടകയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരമാണ് 225 മീറ്റർ. 225 മീറ്റർ ആണ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയതാണ് ജോഗ് വെള്ളച്ചാട്ടം. ശരാവതി നദിയിലാണ്, കർണാടകയിലാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ഇത് നദികളും അതിൻ്റെ ഉത്ഭവം, അതുപോലെ ഏകദേശ നീളം, പ്രധാന പോഷക നദികൾ എന്നിവ കൊടുത്തിട്ടുണ്ട്. അതോടെ നോക്കാം. മഹാനദി എന്നത് ഉപദ്വീപീയ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നുമാണ്. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏകദേശ നീളമാണ് 857 കിലോമീറ്റർ. 857 കിലോമീറ്ററാണ് മഹാനദിയുടെ ഏകദേശ നീളം. മഹാനദിയുടെ പോഷക നദികൾ പ്രധാനപ്പെട്ടതാണ് ഇബ്ബ്, ടെല്ല് എന്നിവ. ഇബ്ബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. മൈക്കല നിരകൾ, മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്.
ഇതിൻ്റെ ഏകദേശ നീളം 857 കിലോമീറ്റർ ആണ്. ഇബ്ബ്, ടെല്ല് എന്നിവ പോഷക നദികളായിട്ടുള്ള നദിയാണ് മഹാനദി. അടുത്തത് ഗോദാവരി. ഗോദാവരിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുമാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 1465 കിലോമീറ്റർ. അപ്പോൾ ഗോദാവരി നദിയുടെ ഏകദേശ നീളമാണ് 1465 കിലോമീറ്റർ. ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുമാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ ഏകദേശ നീളം. ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അടുത്തതാണ് കൃഷ്ണ നദി. ഉപദ്വീപ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളത് കൃഷ്ണയാണ്. ഇതിന്റെ നീളം 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഭീമ, തുംഗഭദ്ര എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ടുള്ള നദിയാണ് കൃഷ്ണ നദി. അപ്പോൾ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര എന്നിവ. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ്. ഈ കാവേരി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നുമാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ, കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗിരി നിരകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദിയുടെ നീളമാണ് ഏകദേശ നീളമാണ് 800 കിലോമീറ്റർ. കാവേരി നദിയുടെ ഏകദേശ നീളമാണ് 800 കിലോമീറ്റർ. കബനി, അമരാവതി എന്നിവ കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. കബനി, അമരാവതി എന്നിവ കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. 800 കിലോമീറ്റർ ആണ് കാവേരി നദിയുടെ നീളം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ, കർണാടകത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ നീളം 1312 കിലോമീറ്റർ. നർമ്മദ നദിയുടെ നീളമാണ് 1312 കിലോമീറ്റർ. നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഹിരൺ, ബെഞ്ചൻ. ഹിരൺ, ബെഞ്ചൻ എന്നിവ നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. 1312 കിലോമീറ്റർ നീളമാണ് നർമ്മദയ്ക്കുള്ളത്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത നദിയാണ് താപ്തി. താപ്തി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ ബദുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ്. മധ്യപ്രദേശിലെ ബദുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നുമാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ ഏകദേശ നീളം 724 കിലോമീറ്റർ. താപ്തി നദിയുടെ ഏകദേശ നീളമാണ് 724 കിലോമീറ്റർ. ആനർ, ഗിർന എന്നിവ പോഷക നദികളായിട്ടുള്ള നദിയാണ് താപ്തി. താപ്തി നദിക്ക് പോഷക നദികളായിട്ടുള്ളവയാണ് ആനർ, ഗിർന എന്നിവ. 724 കിലോമീറ്റർ ആണ് താപ്തി നദിക്കുള്ളത്. മുൻതായ് പീഠഭൂമിയിൽ നിന്നുമാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിൽ നിന്നാണ്. ഇതിന്റെ ഏകദേശ നീളം 2880 കിലോമീറ്റർ ആണ്. സിന്ധു നദിയുടെ ഏകദേശ നീളമാണ് 2880 കിലോമീറ്റർ. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. സിന്ധു നദിയുടെ 709 കിലോമീറ്റർ ദൂരം മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. 709 കിലോമീറ്റർ ദൂരമാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഏകദേശ നീളം 2880 കിലോമീറ്റർ ആണ്. ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 2500 കിലോമീറ്റർ ആണ്. ഗംഗാ നദിയുടെ ഏകദേശ നീളമാണ് 2500 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്.
ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമായുങ്തും ഹിമാനിയിൽ നിന്നാണ്. ഇതിന്റെ ഏകദേശ നീളമാണ് 2900 കിലോമീറ്റർ. ഇത് ഇന്ത്യയിലുള്ള നീളമാണ് 725 കിലോമീറ്റർ. അപ്പോൾ ടിബറ്റിലെ ചെമായുങ്തും ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളമാണ് 2900 കിലോമീറ്റർ. ഇന്ത്യയിലൂടെയുള്ള ഇതിന്റെ നീളമാണ്, ബ്രഹ്മപുത്ര നദിയുടെ നീളമാണ് 725 കിലോമീറ്റർ. ഇനി ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികൾക്ക് അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമാണ്. എന്നാൽ ഉപദ്വീപീയ നദികൾക്ക് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണ് ഉള്ളത്. ഹിമാലയൻ നദികൾക്ക് അപരദന തീവ്രത കൂടുതലാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു മുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നവയാണ് ഹിമാലയൻ നദികൾ. അപ്പോൾ ഇവ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ് ഹിമാലയൻ നദികൾ. ഇനി ഉപദ്വീപ നദികളാണെങ്കിൽ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉയർന്ന ജലസേചന ശേഷി ഉള്ളവയാണ് ഹിമാലയൻ നദികൾ. ഇനി കുറഞ്ഞ ജലസേചന ശേഷി ഉള്ളവയാണ് ഉപദ്വീപീയ നദികൾ. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുള്ളവയാണ് ഹിമാലയൻ നദികൾ. എന്നാൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ് ഉപദ്വീപീയ നദികൾക്കുള്ളത്. ഹിമാലയൻ നദികളാണ് ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്നിവ. ഇവയുടെ പ്രധാനപ്പെട്ട ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾക്കുള്ളത് ഉത്തരപർവ്വത മേഖലയാണ്. ഗംഗാ നദി എന്നത് ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഇതിനെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള ഇന്ത്യയിലെ നദിയാണ് ഗംഗാ നദി. ഇനി സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. സിന്ധു എന്ന സംസ്കൃത പദത്തിന് അർത്ഥമാണ് സമുദ്രം അല്ലെങ്കിൽ നദി. സമുദ്രം അല്ലെങ്കിൽ നദി എന്ന അർത്ഥമുള്ളതാണ് സിന്ധു എന്ന സംസ്കൃത പദം. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് നദീതീരം സിന്ധു നദീതീരമാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. അടുത്ത ചോദ്യം ഇതാണ്: ലോക തണ്ണീർത്തട ദിനം. ഓപ്ഷൻ ഫെബ്രുവരി 2, ജൂലൈ 5, ജൂൺ 5, മാർച്ച് 22. ഉത്തരം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. 1997 ഫെബ്രുവരി 2 മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനം ആചരിച്ചു തുടങ്ങിയത്. 1997 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള റംസർ കൺവെൻഷൻ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. 1971 ഫെബ്രുവരി 2-നാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിന് റംസർ കൺവെൻഷൻ ഒപ്പുവെച്ചത്. ഈ റംസർ എന്നത് ഇറാനിലെ ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് റംസർ കൺവെൻഷനിലാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിന് റംസർ കൺവെൻഷൻ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. ഇനി ജൂൺ 5 ഇതിന്റെ പ്രത്യേകത എന്താണ്? പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5.
ഇനി മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനമാണ്. ഇനി 2020 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2020 ഫെബ്രുവരി 2 പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. ഇനി 2019 തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമേറ്റ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമേറ്റ് എന്നതാണ് 2019 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഇനി പരിസ്ഥിതി ദിനം ജൂൺ 5 ആണെന്ന് പറഞ്ഞു. പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത് 1973 മുതലാണ്. 1973 മുതലാണ് പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നുമാണ് ഈ ഒരു ദിനം ജൂൺ 5 എന്നത് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചത്. അപ്പോൾ 1972 ജൂൺ 5 മുതൽ ജൂൺ 16 വരെയായിരുന്നു സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്നത്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് നടന്ന ഒരു പ്രഖ്യാപനമാണ് 1972 പ്രഖ്യാപനമാണ് പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. 1973 മുതലാണ് പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇനി 2020 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നതാണ് 2020 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ജൈവവൈവിധ്യം ആഘോഷിക്കുക. എന്നാൽ 2019 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ബീറ്റ് എയർ പൊല്യൂഷൻ. ബീറ്റ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണം ഇല്ലാതാക്കുക എന്നതാണ് 2019 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഇനി 2020 ജലദിനത്തിന്റെ പ്രമേയമാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് 2020 ജലദിനത്തിന്റെ മാർച്ച് 22 പ്രമേയം എന്നത്. അപ്പോൾ ഈ മാർച്ച് 22 ജലദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് 1993 മുതലാണ്. 1993 മുതലാണ് മാർച്ച് 22 ജലദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. 2020 ജലദിനത്തിന്റെ പ്രമേയമാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2019 പ്രമേയമാണ് ലിവിങ് നോ വൺ ബിഹൈൻഡ്. ലിവിങ് നോ വൺ ബിഹൈൻഡ് എന്നതാണ് 2019 പ്രമേയം. 2020 ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? ഓപ്ഷൻസ് 5, 7, 8, 6. ഉത്തരം 8. ഓപ്ഷൻ സി 8 ആണ് ഉത്തരം. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഇനി ഉത്തരായന രേഖ എന്നത് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടുള്ള വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇനി ഈ ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അപ്പോൾ നമുക്കിത് ഒരു കോഡ് വെച്ച് പറയാം: ഗുരാജ, മധ്യജ, ജവൈത്രിമി. ഗുജറാത്ത്, രാജ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഇനി ത്രിപുര,
മീ മിസോറാം. ഗുരാജ മധ്യജ ജവൈത്രിമി. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ ഇന്ത്യയിൽ കടന്നു പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്: 2017 G20 ഉച്ചകോടി വേദിയായ രാജ്യം. ഓപ്ഷൻസ്: ജപ്പാൻ, അർജന്റീന, ബ്രസീൽ, ജർമ്മനി. ഉത്തരം ജർമ്മനി. ഓപ്ഷൻ ഡി, ജർമ്മനിയാണ് ഉത്തരം. 2017 G20 ഉച്ചകോടിക്ക് വേദിയായത് ജർമ്മനിയിലെ ഹാംബർഗ് എന്ന സ്ഥലമാണ്. ജർമ്മനിയിലെ ഹാംബർഗ് എന്ന സ്ഥലത്താണ് 2017 G20 ഉച്ചകോടിക്ക് വേദിയായത്. ഇനി 1999 സെപ്റ്റംബർ 26-നാണ് G20 എന്നൊരു സംഘടന നിലവിൽ വരുന്നത്. G20 നിലവിൽ വരുന്നത് 1999 സെപ്റ്റംബർ 26-നാണ്. ഇതിൽ 20 അംഗങ്ങളാണുള്ളത്. 19 രാജ്യങ്ങളും കൂടാതെ യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നതാണ് 20 അംഗങ്ങൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയനും 19 രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും കൂടെ ചേർന്നതാണ് G20 എന്ന് പറയുന്ന ഒരു സംഘടന. 1999 സെപ്റ്റംബർ 26-നാണ് G20 എന്ന സംഘടന നിലവിൽ വരുന്നത്. 2018 13ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് അർജന്റീന. 2018 13ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് അർജന്റീന. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ വെച്ചാണ് 2018 G20 ഉച്ചകോടി വേദിയായത്. 2019 ജപ്പാനിലെ ഒസാക്കയിലാണ് G20 ഉച്ചകോടി നടന്നത്. 2019 ജപ്പാനിലെ ഒസാക്കയിലാണ് G20 ഉച്ചകോടിക്ക് വേദിയായത്. ഇനി 2020 സൗദി അറേബ്യയിലെ റിയാദിലാണ് 2020 G20 ഉച്ചകോടി വേദിയായത്. 2021 ഇറ്റലിയിലെ റോമിലാണ് G20 ഉച്ചകോടിക്ക് വേദിയായത്. അപ്പോൾ 2018 13ാമത്തെ സമ്മേളനത്തിൽ വേദിയായത് അർജന്റീനയിലാണ്. ഇനി 2019 G20 ഉച്ചകോടി വേദിയാണ് ജപ്പാനിലെ ഒസാക്ക. 2020 സൗദി അറേബ്യയിലെ റിയാദിലാണ് G20 ഉച്ചകോടി വേദിയായത്. 2021 ഇറ്റലിയിലെ റോമിലാണ് G20 ഉച്ചകോടിക്ക് വേദിയായത്. അടുത്ത ചോദ്യം: കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടത്തിയ കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? ഓപ്ഷൻസ്: പോർച്ചുഗൽ, റഷ്യ, ഉത്തര കൊറിയ, സ്പെയിൻ. ഉത്തരം ഓപ്ഷൻ ഡി, സ്പെയിൻ. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടത്തിയ കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? ഏത് രാജ്യത്തിന്റെയാണ്? സ്പെയിൻ. ഇനി ഹിതപരിശോധന എന്നത് ഒരു പ്രത്യക്ഷ ജനാധിപത്യ മാർഗമാണ്. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ് ഹിതപരിശോധന അല്ലെങ്കിൽ റഫറണ്ടം, ജനഹിത പരിശോധന അല്ലെങ്കിൽ പ്ലബിസൈറ്റ്, തിരിച്ചുവിളിക്കൽ അല്ലെങ്കിൽ റീകോൾ, അതിക്രമം അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എന്നിവ. അപ്പം ഹിതപരിശോധന, ജനഹിത പരിശോധന, തിരിച്ചുവിളിക്കൽ, അതിക്രമം എന്നിവ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ്. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ഹിതപരിശോധന. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ഹിതപരിശോധന. എന്നാൽ ജനഹിത പരിശോധന എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. അടുത്ത ചോദ്യം ഇത് മാത്സിലെ ചോദ്യമാണ്. 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ്: 1/2, 5/6, 3/5, 5/9. ഉത്തരം ഓപ്ഷൻ ബി, 5/6. അപ്പോൾ 6/8 വലിയ ഭിന്നസംഖ്യയാണ് 5/6. ഇത് നോക്കാം. 6/8, 1/2 എന്നിവ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ. ഇത് രണ്ടും കൂടെ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 6 × 2 12, 8 × 1 8.
അപ്പോൾ 6 ഇൻറ്റു 2 ചെയ്ത് ഇവിടെ 6ൻ്റെ ആ ഭാഗത്ത് എഴുതാം. 8 ഇൻറ്റു 1 എന്ന് ഇൻറ്റു ചെയ്തിട്ട് ഈ ഭാഗത്തും എഴുതണം. എന്നിട്ട് ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഇപ്പോൾ 6/8 നേരെയാണ് ഏറ്റവും വലിയ സംഖ്യ കിട്ടിയിട്ടുള്ളത്, 12 എന്നുള്ളത്. അപ്പോൾ ഇവിടെ 6/8 വലിയ ഭിന്നസംഖ്യ അല്ല 2/1 എന്നത്. ഇനി 6/8 രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള 5/6 നോക്കാം. എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്ത് മുകൾ വശത്ത് എഴുതണം. 6 ഇൻറ്റു 6 എത്രയാണ്? 36. ഇനി 8 ഇൻറ്റു 5 40. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം. 6/8 3/5. 6ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക 30. 8ഉം 3ഉം കൂടെ ഇൻറ്റു ചെയ്ത് എഴുതുക 24. 6/8 ചെറുതാണ് 5ൽ 3 എന്നത്. ഇനി 5/9 ചെയ്ത് നോക്കാം. 6×9 54. 8×5 40. അപ്പോൾ ഇതിലും വലുത് ഏതാണ്? 6/8 ആണ്. എന്നാൽ 6/8 വലിയ ഭിന്നസംഖ്യയാണ് 5/6. അപ്പോൾ ഉത്തരം എന്താണ്? 6/8 വലിയ ഭിന്നസംഖ്യയാണ് 5/6. അടുത്ത ചോദ്യം മാത്സിലെയാണ്. 3/0 പ്ലസ് 3/1 പ്ലസ് 3/2 പ്ലസ് 3/3 പ്ലസ് 3/4 ഈക്വൽ ടു x² ആയാൽ x എത്ര? 3/0 പ്ലസ് 3/1 പ്ലസ് 3/2 പ്ലസ് 3/3 പ്ലസ് 3/4 ഈക്വൽ ടു x² ആയാൽ x എത്ര? ഓപ്ഷൻസ് 3, 9, 27, 11. ഉത്തരം ഓപ്ഷൻ ഡി 11 ആണ്. ഓപ്ഷൻ ഡി 11 ആണ് ഇതിൻ്റെ എക്സിൻ്റെ വില. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 3/0യുടെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട് 1. 3/0 ആണ് 1. ഇനി 3/1 എന്നത് 3. 3/1 അതിൻ്റെ വാല്യൂ ആണ് 3. 3/2 ആണ് 9. എന്നുവെച്ചാൽ 3 × 3 ആണ് 9. അപ്പോൾ 3² വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട് 9. ഇനി 3³ വാല്യൂ ആണ് 27. 3³ വാല്യൂ 27. 3ന് 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 27 എന്ന് വരുന്നു. ഇനി 3/4 എന്നത് 81 ആണ്. 3/4 എന്നത് 81 ആണ്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ തുക എടുത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതണം. വലത് ഭാഗത്ത് ഈക്വൽ ടു x² എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 121 ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ഈക്വൽ ടു x². ചോദ്യം തന്നിരിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 3/0, 3/1, 3/2, 3/3, 3/4 എന്നിവയുടെ വാല്യൂസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവയുടെ തുക എടുത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. 121 എന്നാണ് ഈ സംഖ്യകളുടെ തുക. x² ആണ് 121 എന്ന് തന്നിട്ടുള്ളത്. x² എന്നുള്ളത് 121 ആയാൽ x എന്ന് പറയുന്നത് 121ൻ്റെ റൂട്ടാണ്. റൂട്ട് ഓഫ് 121. 121ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. 121ൻ്റെ റൂട്ടാണ് 11. അപ്പോൾ 121ൻ്റെ റൂട്ട് എത്രയാണ്? 11 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 11 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ അതിൻ്റെ 3/0, 3/1, 3/2, 3/3, 3/4 എന്നിവയുടെ വാല്യൂസ് എത്രയാണെന്നുള്ളത് എടുത്ത് എഴുതുക. ഈക്വൽ ടു x² കൊടുത്തു. അപ്പോൾ x² അതിൻ്റെ തുകയായിട്ട് കിട്ടിയത് 121 ആണ്. അപ്പോൾ x² 121 ആയാൽ x എന്നത് 11 ആണ്. അടുത്ത ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. The woman you saw with me yesterday dash and of mine. The woman you saw with me yesterday dash and of mine. Options the, a, and, no article. ഉത്തരം ഓപ്ഷൻ സി ആൻ ആണ്. ഓപ്ഷൻ സി ആൻ ആണ് ഇതിൻ്റെ ഉത്തരം. The woman you saw with me yesterday and of mine.
എൻ്റെ ഒരു ആൻറ്റിയാണ് ഇന്നലെ കണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒപ്പം കണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എ, ആൻ എന്നിവ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എ, ആൻ എന്നിവ. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇനി ഒരു വാക്ക് അത് വ്യഞ്ജനാക്ഷര ശബ്ദത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് എ എന്നതാണ്. എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. എവിടെ? ഒരു വാക്ക് തുടങ്ങുന്നത് ഒരു വ്യഞ്ജനാക്ഷര ശബ്ദത്തിലാണെങ്കിൽ അവിടെ അതിന് മുന്നിലായിട്ട് ഉപയോഗിക്കുന്നത് എ എന്ന ആർട്ടിക്കിളാണ്. ഉദാഹരണം, എ യൂറോപ്യൻ, എ 1 rupee നോട്ട്, എ യൂണിറ്റ്. ഇവിടെ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ യുണീക്ക്, എ യൂണിവേഴ്സിറ്റി എന്നിവ. അപ്പോൾ എ യൂറോപ്യൻ, എ 1 rupee നോട്ട്, എ യൂണിറ്റ്, എ യുണീക്ക്, എ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയാണ് പറയുക. എന്നാൽ ആൻ ഉപയോഗിക്കുന്നത് ബിഫോർ എ വേർഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ വവൽ സൗണ്ട്. ഒരു വാക്കിന്റെ തുടക്കത്തിൽ വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ, വവൽ ശബ്ദം ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ആൻ ആണ്. എ, ഇ, ഐ, ഒ, യു എന്നിവയാണ് വവൽ സൗണ്ട്. എ, ഇ, ഐ, ഒ, യു എന്നിവയാണ് വവൽ ശബ്ദങ്ങൾ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ, ഇ, ഐ, ഒ, യു എന്നിവ വന്നാൽ അവിടെ ഉപയോഗിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആൻ എന്നതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് ആൻ എലിഫന്റ്, ആൻ ഐലൻഡ് എന്നിവ. ഇനി എച്ച് സൈലന്റ് ആയിട്ട് വരുന്ന വേർഡ്സ് അവിടെ ഉപയോഗിക്കുന്നതും ആൻ ആണ്. എച്ച് സൈലന്റ് വേർഡ്സ് യൂസിങ് ആൻ ഏതൊക്കെയാണ്? ആൻ എയർ, ആൻ ഔർ, ആൻ ഓണർ. ഇവിടെ എന്താണ്? എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻ എന്ന ആർട്ടിക്കിളാണ്. ഇനി ചുരുക്കെഴുത്തുകൾ അബ്രിവിയേഷൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ ഒരു തുടക്കത്തിലൊരു വവൽ സൗണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ആൻ എന്നതാണ്. ആൻ എം പി, ആൻ എം എൽ എ, ആൻ എൽ ഡി ക്ലർക്ക് എന്നിവ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആൻ എന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വവൽ ശബ്ദത്തിലാണ് ഈ ചുരുക്കെഴുത്ത് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് എ അല്ലെങ്കിൽ ദായാണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് എ അല്ലെങ്കിൽ ദായാണ് ഉപയോഗിക്കുന്നത്. എ ഓർ ദ മെമ്പർ ഓഫ് പാർലമെന്റ്, എ ഓർ ദ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ദ വന്നിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നും പറയും. എന്നാൽ ഇത് ചുരുക്കി എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻ എം പി, ആൻ എം എൽ എ, ആൻ എൽ ഡി ക്ലർക്ക് എന്നിങ്ങനെയാണ്. ഇനി എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് സിംഗുലാർ കൗണ്ടബിൾ നൗണിനൊപ്പമാണ്. എണ്ണാൻ പറ്റുന്ന നാമങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്നത് എ അല്ലെങ്കിൽ ആൻ ആണ്. ഇനി അൺകൗണ്ടബിൾ നൗൺസിനോടൊപ്പം ഇവ ഉപയോഗിക്കാറില്ല. എ അല്ലെങ്കിൽ ആൻ എന്നിവ എണ്ണാൻ പറ്റാത്ത നാമങ്ങൾക്കൊപ്പം ഉപയോഗിക്കാറില്ല. മിൽക്ക്, ഷുഗർ എന്നിവയോടൊപ്പം ഉപയോഗിക്കാത്ത ഒരു ആർട്ടിക്കിളാണ് എ അല്ലെങ്കിൽ ആൻ എന്നിവ. ഇവ കൗണ്ടബിൾ നൗണിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. ഇനി ദ എന്ന ആർട്ടിക്കിളിന്റെ ഉപയോഗങ്ങളാണ്. ഇതിന്റെ ഒബ്ജക്റ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് യുണീക്ക്. പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കളെ പറയുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം, ദ എർത്ത്, ദ സൺ, ദ ഹൊറൈസോൺ, ദ ഇക്വേറ്റർ. ദ എർത്ത്, ദ സൺ, ദ ഹൊറൈസോൺ, ദ ഇക്വേറ്റർ എന്നിങ്ങനെയാണ് പറയാറ്. എന്നാൽ പ്രപഞ്ചത്തിലെ ചില വാക്കുകൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കരുത്. അവയാണ് ഗോഡ്, ഹെവൻ, നേച്ചർ, സ്പേസ്, പാരഡൈസ്. ഗോഡ്, ഹെവൻ, നേച്ചർ, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്കൊപ്പം ദ ഉപയോഗിക്കാറില്ല. ഓർഡിനൽ നമ്പേഴ്സ്, സൂപ്പർലേറ്റീവ് എന്നിവയ്ക്കൊപ്പം ദ ഉപയോഗിക്കുന്നു. ഓർഡിനൽ നമ്പേഴ്സ് കൂടാതെ സൂപ്പർലേറ്റീവ് വന്നാലും ദ ഉപയോഗിക്കും. ദ ഫസ്റ്റ്, ദ സെക്കൻഡ് എന്നിങ്ങനെ പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നുണ്ട്. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു വെർബ് പറയുമ്പോൾ ദ വൈസസ്റ്റ് എന്ന് പറയാറുണ്ട്. ദ ഏബിളസ്റ്റ്, ദ ലേറ്റസ്റ്റ്, ദ ബെസ്റ്റ് എന്നിങ്ങനെ പറയാറുണ്ട്. ദ വൈസസ്റ്റ്, ദ ബെസ്റ്റ് എന്നിങ്ങനെയൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ദ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബിഫോർ നെയിംസ് ഓഫ് റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രെയ്റ്റ്സ്, ഗൾഫ്. നദികൾ, കനാലുകൾ, കടല്, സമുദ്രം,
സ്ട്രെയ്റ്റ്സ്, കടലിടുക്കുകൾ, ഗൾഫ് എന്നിവയ്ക്കൊപ്പം ദ ഉപയോഗിക്കുന്നു. ദ ഗേഞ്ചസ്, ദ പനാമ കനാൽ, ദ അറേബ്യൻ സീ, ദ ഇന്ത്യൻ ഓഷൻ, ദ പാക് സ്ട്രെയ്റ്റ്, ദ പേർഷ്യൻ ഗൾഫ് എന്നിങ്ങനെ പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നു. ഇനി ബിഫോർ നെയിംസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്, ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്. മൗണ്ടെയിൻ റേഞ്ച് എന്നത് പറയുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. പർവ്വത നിരയുടെ മുമ്പിൽ ദാ ചേർക്കണം. എന്നാൽ പർവ്വതത്തിന്റെ മുമ്പിൽ ഒന്നായിട്ട് നിൽക്കുന്ന പർവ്വതം അല്ലെങ്കിൽ ഒറ്റ ഒരു ദ്വീപായിട്ട് പറയുമ്പോൾ ദാ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ മൗണ്ടെയിൻ റേഞ്ചസ് ആണെങ്കിൽ അതിനൊപ്പം ദാ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നിവയ്ക്കൊപ്പം എന്ത് ചെയ്യുന്നു? ദാ ഉപയോഗിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഒരു പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിന് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നു. ഇനി ദ്വീപ സമൂഹമായിട്ടുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന് മുമ്പിൽ ദാ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ ഒരു ദ്വീപിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ദായുടെ ആവശ്യമില്ല. ഇനി ഒരു സിംഗിൾ ഐലൻഡ്, എ മൗണ്ടെയിൻ പീക്ക് ഓർ ഹില്ല് എന്നിവ പറയുമ്പോൾ ദായുടെ ആവശ്യമില്ല. ഉദാഹരണത്തിന് ശ്രീലങ്ക, എവറസ്റ്റ്, ആനമുടി എന്നിവ ദാ ചേർത്ത് പറയാറില്ല. ഇതൊക്കെ ഒരു സിംഗിൾ ആയിട്ടുള്ള അവയായതുകൊണ്ട് ഇവയ്ക്കൊപ്പം എന്ത് ചെയ്യുന്നു? ദാ ചേർക്കേണ്ട ആവശ്യമില്ല. ശ്രീലങ്ക, എവറസ്റ്റ്, ആനമുടി എന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അടുത്തത് ബിഫോർ എ സിംഗുലാർ നൗൺ ടു ഡിനോട്ട് എ ക്ലാസ്. ഒരു ഒറ്റ നാമത്തിന് മുന്നിൽ ദാ വരികയാണെങ്കിൽ അതെന്താണ്? ആ ഒരു വിഭാഗത്തെയാണ് ഉൾപ്പെടുന്നത്. ഇവിടെ കൗ എന്നതിന് മുമ്പിൽ ദാ വന്നിട്ടുണ്ട്. അപ്പൊ കൗ എന്ന ഒരു വിഭാഗത്തെയാണ് ഇവിടെ ദാ കൊണ്ട് പ്രദാനം ചെയ്യുന്നത്. പശുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. പശുക്കൾ ഉപകാരിയായ ഒരു മൃഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കൗ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെ പറയാനാണ്. ഇനി ബിഫോർ നെയിംസ് ഓഫ് ഫേമസ് ആൻഡ് ഹോളി ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റഫറൻസ് ബുക്സ് എക്സെട്ര എന്നിവയോടൊപ്പം ദാ ചേർക്കുന്നു. വർത്തമാന പത്രങ്ങൾ, മാസിക, പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്നിവയുടെ പേരിന് മുന്നിൽ ദാ ഉപയോഗിക്കുന്നു. ദ രാമായണ, ദ ഇലിയറ്റ്, ദ ഇന്ത്യൻ എക്സ്പ്രസ് ഇതിനോടൊപ്പം ഒക്കെ എന്ത് ചെയ്യുന്നു? ദാ ഉപയോഗിക്കുന്നു. ഇനി ബിഫോർ ദ നെയിംസ് ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, ഡെസേർട്സ്, ഹോട്ടൽസ് എക്സെട്ര ഇവയ്ക്കൊപ്പം ദാ ഉപയോഗിക്കുന്നു. ദ ടൈറ്റാനിക്, ദ രാജധാനി എക്സ്പ്രസ്, താർ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ദാ ചേർക്കണം. ഇനി ദ താജ് ഹോട്ടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ദാ ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഷിപ്സ്, ട്രെയിൻസ്, ഡെസേർട്സ്, ഹോട്ടൽസ് എന്നിവയ്ക്കൊപ്പം എന്ത് ചെയ്യുന്നു? ദാ ചേർത്ത് പറയാറുണ്ട്. ഇനി ബിഫോർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നിവയ്ക്കൊപ്പം ദാ ചേർക്കുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ, ബാങ്കുകളെ പറ്റി പറയുമ്പോൾ, പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി പറയുമ്പോൾ ദാ ചേർക്കാറുണ്ട്. ഉദാഹരണം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ദാ ചേർത്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ലേബർ പാർട്ടി എക്സെട്ര ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ദാ ചേർക്കുന്നു. ഇനി ഒരു കൃതി എഴുതിയത് അയാളുടെ പേരും കൂടെ അതിൽ കൃതിക്കൊപ്പം പരാമർശിക്കുകയാണെങ്കിൽ അവിടെ ദായുടെ ആവശ്യമില്ല. രാമായണ എന്ന് പറയുമ്പോൾ അവിടെ വാൽമീകി എന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദായുടെ ആവശ്യമില്ല. വാൽമീകീസ് രാമായണ എന്ന് മതി. അപ്പോൾ കൃതിക്കൊപ്പം അത് എഴുതിയ ആളുടെ പേരൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദായുടെ ആവശ്യം വരുന്നില്ല. ഇനി ബിഫോർ ദ നെയിംസ് ഓഫ് പൊസിഷൻസ് ഓർ ഡെസിഗ്നേഷൻസ് പദവികൾ പറയുമ്പോൾ ദാ ഉപയോഗിക്കാറുണ്ട്. ദ പ്രസിഡന്റ്, ദ ഡയറക്ടർ, ദ ചീഫ് മിനിസ്റ്റർ എന്നിങ്ങനെയാണ് പറയാറ്. ദ പ്രസിഡന്റ്, ദ ഡയറക്ടർ, ദ ചീഫ് മിനിസ്റ്റർ എന്നിങ്ങനെ പദവികൾക്കൊപ്പം പറയുമ്പോൾ ദാ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ബിഫോർ ദ നൗൺസ് ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി ആസ് എ ഹോൾ. ഒരു നൗൺ പറയുന്നത് ആ രാജ്യത്തെ മൊത്തം ജനങ്ങളെ ആണെങ്കിൽ അവിടെ നമുക്ക് ദാ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ദ ചൈനീസ് എന്ന് പറയുമ്പോൾ ആ ചൈനയിലുള്ള ആൾക്കാർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചൈനീസ് എന്ന് പറയുമ്പോൾ അവിടെ ദാ വേണം. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനൊപ്പം ദാ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ എന്നതാണ് അർത്ഥം. ഇനി സർട്ടൻ എക്സ്പ്രഷൻ ഓഫ് ടൈം എന്നിവയ്ക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇൻ ദ ഈവനിങ്, ദ ഡേ ബിഫോർ എസ്റ്റർഡേ, ഇൻ ദ ഈവനിങ്, ദ ഡേ ബിഫോർ എസ്റ്റർഡേ എന്നിങ്ങനെയാണ് പറയാറ്. ഇനി അടുത്തത്
ബിഫോർ ദ നെയിംസ് ഓഫ് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പിൽ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണം ദ റേഡിയോ, ദ ടെലിവിഷൻ എന്നിങ്ങനെയാണ് പറയാറ്. ദ റേഡിയോ, ദ ടെലിവിഷൻ എന്നിങ്ങനെ പറയാറുണ്ട്. ഇനി താജ്മഹൽ, രാജ്ഘട്ട് എന്നിവ എന്താണ്? ഫേമസ് ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ആണ്. ഇപ്പോൾ സ്മാരകങ്ങൾ, താജ്മഹൽ പറയുമ്പോൾ അതിന് മുമ്പിൽ ദ ഉപയോഗിക്കാറുണ്ട്. രാജ്ഘട്ട് എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ ദ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മോണ്യുമെന്റ്സിന് മുമ്പിലും ദ ഉപയോഗിക്കുന്നു. താജ്മഹൽ, രാജ്ഘട്ട് എന്നിങ്ങനെയുള്ള സ്മാരകങ്ങൾ പറയുമ്പോൾ അവയ്ക്ക് മുമ്പിലും ദ ഉപയോഗിക്കുന്നു. ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുമ്പോൾ അവയ്ക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ദ വീണ, ദ ഗിത്താർ, ദ ഫ്ലൂട്ട് എന്നിങ്ങനെയാണ് പറയാറ്. ഇനി ബിഫോർ എ പ്രോപ്പർ നൗൺസ് ഫോർ സ്പെസിഫിക് റെഫറൻസ്, പ്രോപ്പർ നൗണിനെ മറ്റൊന്നുമായി ഉപമിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. ഇവിടെ ഇന്ത്യയുടെ ഷേക്സ്പിയർ എന്നത് കാളിദാസനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ നൗണിനെ മറ്റൊന്നുമായി ഉപമിക്കുമ്പോൾ ദ ഉപയോഗിക്കുന്നു. ഇനി അഡ്ജക്റ്റീവ്സ് ഒരു നൗണായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെയും ഉപയോഗിക്കുന്നത് ദ എന്നതാണ്. ഇപ്പോൾ റിച്ച് എന്നത് പണക്കാർ എന്നാണ് സൂചിപ്പിക്കുന്നത്, ധനികർ. ഇത് വാക്യത്തിന്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നാമമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ റിച്ച് എന്ന് ഉപയോഗിക്കാറുണ്ട്. ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ. ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ എന്നാണ് പറയാറ്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്നത് തുടക്കത്തിൽ, ഒരു വാക്യത്തിന്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അതവിടെ നാമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിച്ചിൻ എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിലും അതിന്റെ മുന്നിൽ ദ ഉപയോഗിക്കാറുണ്ട്. ഒരു നാമമായിട്ട് അത് വരുമ്പോൾ അതിന് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് പറയുന്നത് ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളാണ്. കളികളെ പറ്റി പറയുമ്പോൾ സ്പോർട്സും ആൻഡ് ഗെയിംസ് അവയുടെ നാമം പറയുമ്പോൾ അവയ്ക്ക് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്നാണ് പറയാറ്. ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. ഇനി ലാംഗ്വേജസിന് മുൻപിലായിട്ട് ദ ഉപയോഗിക്കാറില്ല. ലാംഗ്വേജുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഭാഷകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. ഹി സ്പീക്ക് ബംഗാളി അറ്റ് ഹോം. ഇവിടെ ബംഗാളി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഭാഷയുടെ പേരിനോട് ചേർന്ന് ലാംഗ്വേജ്, ഗ്രാമർ, ആൽഫബറ്റ് എന്ന വേർഡ്സ് വന്നാൽ ദ യൂസ് ചെയ്യാം. ഭാഷയുടെ പേരിനോട് ചേർന്ന് ആർട്ടിക്കിളുകളൊന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ഭാഷയുടെ പേരിനോട് ചേർന്ന് ലാംഗ്വേജ്, ഗ്രാമർ, ആൽഫബറ്റ് എന്നീ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം, ദ യൂസ് ചെയ്യാം. ദ ഇംഗ്ലീഷ് ഗ്രാമർ, ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നിങ്ങനെ ഉപയോഗിക്കാം. ഇനി അബ്സ്ട്രാക്റ്റ് നൗണും മെറ്റീരിയൽ നൗൺസിന് മുൻപിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഒരു ഗുണനാമം പറയുന്നത് ഒരാളുടെ ഒരു കഴിവിനെ പറ്റി, ആ ഒരു ഗുണത്തെ പറ്റി പറയുമ്പോൾ അതിന് മുന്നിലായിട്ട് ദായുടെ ആവശ്യമില്ല. വിസ്ഡം ഹാസ് ഗ്രേറ്റ് വാല്യൂ. വിസ്ഡം എന്നത് ഒരു ഗുണമാണ്. അതിന് മുന്നിൽ ദായുടെ ആവശ്യം അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ ആവശ്യം വരുന്നില്ല. വിസ്ഡം ഹാസ് ഗ്രേറ്റ് വാല്യൂ. ഇനി ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഇവിടെ എന്ന് പറയുന്നത് ഗോൾഡ് എന്ന ഒരു മെറ്റലിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ അവിടെ എന്താണ്? ദ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ മെറ്റൽസിന്റെ അവ ഉപകരണങ്ങൾക്ക് മുമ്പിൽ ദ ചേർക്കണം. അയൺ എക്സ് എന്ന് പറയുമ്പോൾ അയൺ കൊണ്ടുണ്ടാക്കിയ കോടാലിയാണ്. അപ്പോൾ അയൺ എക്സ് എന്നതിന്റെ മുമ്പിൽ ദ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വെറുതെ മെറ്റൽ മാത്രം പറയുകയാണെങ്കിൽ അതിന് മുമ്പിൽ ദ ആവശ്യമില്ല. എന്നാൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾക്ക് മുമ്പിൽ ദ ചേർക്കണം. ഇനി അടുത്തത് ഐ ഹാഡ് ബ്രെഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണത്തിന് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ അതിന് മുമ്പിൽ ആർട്ടിക്കിളുകളുടെ ആവശ്യം വരാറില്ല. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ഹാഡ് ബ്രെഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പിൽ ആർട്ടിക്കിൾ ചേർത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പിൽ ആർട്ടിക്കിൾ ചേർത്തിട്ടില്ല. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയുടെ മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ എ ഓർ ആൻ ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയ്ക്ക് മുമ്പിൽ
ഒരു അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. ഐ ഹാഡ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ക്വിക്ക് എന്ന് പറയുന്ന ഒരു വിശേഷണം അവിടെ വന്നിട്ടുണ്ട്, നാമവിശേഷണം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മോഡിഫൈങ് വേർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഡിന്നർ എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുമ്പിൽ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഡിന്നറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ ഉപയോഗിക്കാം. അല്ലാതെ വെറുതെ ഭക്ഷണം എന്ന് മാത്രം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഇവിടെ മോഡിഫൈ ചെയ്ത് ലാസ്റ്റ് നൈറ്റ് എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ഇതിന് മുമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ഫുഡിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ ആവശ്യം ഇല്ല. ഇനി രാജ്യങ്ങളുടെ പേര്, അതുപോലെ തന്നെ വൻകരകൾ, ഇവയെ പറ്റി പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാറില്ല. യൂറോപ്പ്, ഇന്ത്യ, മുംബൈ എന്നത് ഒരു സിറ്റിയാണ്. ഇതിനെപ്പറ്റി പറയാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാറില്ല. എന്നാൽ രാജ്യത്തിന്റെ പേരിനൊപ്പം യുണൈറ്റഡ്, റിപ്പബ്ലിക്, കിങ്ഡം എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ചേർക്കണം. രാജ്യത്തിന്റെ പേരിനൊപ്പം യുണൈറ്റഡ്, റിപ്പബ്ലിക്, കിങ്ഡം എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ചേർക്കണം. ദ USA, ദ UK. അപ്പോൾ വെറുതെ രാജ്യം മാത്രം പറയുകയാണെങ്കിൽ അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. എന്നാൽ രാജ്യത്തിന്റെ പേരിനൊപ്പം യുണൈറ്റഡ്, റിപ്പബ്ലിക്, കിങ്ഡം എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ചേർക്കണം. ഇനി ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിന് ശേഷം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയാറുണ്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പറയാറുണ്ട്. ഇതിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിൾ ചേർത്തിട്ടില്ല. എന്നാൽ യൂണിവേഴ്സിറ്റി കംസ് ബിഫോർ പ്ലേസ് വന്നപ്പോഴാണ് ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാത്തത്. എന്നാൽ യൂണിവേഴ്സിറ്റി എന്ന പദം സ്ഥലപ്പേരിന് മുമ്പാണ് വരുന്നതെങ്കിൽ ചേർക്കണം. സ്ഥലപ്പേരിന് മുമ്പാണ് യൂണിവേഴ്സിറ്റി എന്നത് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ചേർക്കണം. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി എന്ന് വന്നാൽ ചേർക്കേണ്ട, അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയാം. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി എന്ന പദം സ്ഥലപ്പേരിന് മുൻപാണ് വരുന്നതെങ്കിൽ ചേർക്കണം. ഇനി എന്ന് വെച്ച് ദ യൂണിവേഴ്സിറ്റി ഓഫ് മഹാത്മാഗാന്ധി എന്ന് എഴുതരുത്. ദ യൂണിവേഴ്സിറ്റി ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയാറുണ്ട്. ഒരു നാമം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, അതിന് മുമ്പിൽ ചേർക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി ഓഫ് മഹാത്മാഗാന്ധി എന്ന് മതി. അടുത്തത്, നമ്മളൊരു സ്കൂളിൽ ഒരു ആവശ്യത്തിന് പോകുന്നത് അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എന്നാൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി അതിൻ്റെതായ പർപ്പസ് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അഞ്ജു ഹാസ് ഗോൺ ടു സ്കൂൾ. ഇവിടെ ആ കുട്ടി പഠിക്കാനാണ് സ്കൂളിലേക്ക് പോകുന്നത്, ടു ലേൺ ആണ്. അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഗോൺ ടു സ്കൂൾ എന്ന് മതി. ഡൈഡ് അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. എന്നാൽ സ്കൂളിൽ മറ്റൊരാവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ചേർക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, there is a hospital near the railway station. There is a hospital near the railway station. ഇത് ആ റെയിൽവേ സ്റ്റേഷൻ എന്നതിന് അടുത്തൊരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റെഫറൻസ് ടു ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എ എന്നത് ഹോസ്പിറ്റലിന് മുൻപിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ഇവിടെ എന്താണ്, ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലായി മറ്റൊരാവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു. ഇനി ഫാദർ, മദർ, അങ്കിൾ, ഓണ്ട് എക്സെട്ര ഇവ എന്തായിരുന്നു, ഫാമിലി റിലേഷൻസ് ആണ്. എന്നിവയ്ക്കൊപ്പം ആർട്ടിക്കിൾ ചേർക്കാറില്ല. എന്നാൽ പൊസസീവ് അഡ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കുന്നത്. മൈ ഫാദർ, മൈ അങ്കിൾ എക്സെട്ര ഇങ്ങനെ പറയാറുണ്ട്.
എന്നാൽ ഫാമിലി റിലേഷൻസിന് മുമ്പിൽ സാധാരണ ആർട്ടിക്കിൾ ഒന്നും ചേർക്കാറില്ല. ഫാദർ, മദർ എന്നിങ്ങനെയാണ് പറയാറ്. ഫാദർ, മദർ, അങ്കിൾ, ഓൺ, എക്സെട്ര ഇങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇതിന് മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കാറില്ല. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് എമിനന്റ്. എമിനന്റ് എന്ന വാക്കിന് തുല്യമായിട്ടുള്ള വാക്ക് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് എമിനന്റ്. ഓപ്ഷൻസ്: അനോണിമസ്, ഡിസ്റ്റിംഗ്വിഷ്ഡ്, ഒബ്സ്ക്യൂർ, വാഗ്യൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ആണ്. ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്ന് വെച്ചത് അതിൻ്റെ അർത്ഥമാണ് വിശിഷ്ടൻ, വിശിഷ്ടനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വിശിഷ്ടനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എമിനന്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് വിശിഷ്ടം, വിശിഷ്ടമായത്. അതുകൊണ്ട് തന്നെ അതിന് തുല്യമായിട്ടുള്ള സിനോണിം ഏതാണ്? ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്നതാണ്. എമിനന്റ് എന്ന് പറയുന്നത് പ്രഗത്ഭൻ, വിശിഷ്ടൻ എന്നിങ്ങനെയാണ് നാമപദമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്നത്. എമിനന്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നാമപദമായിട്ട് ഇത് വരുമ്പോൾ, അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ, വിശിഷ്ടനായ വ്യക്തി, പ്രോമിനൻ്റ് പേഴ്സൺ എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എമിനന്റ് എന്നത് പ്രഗത്ഭൻ എന്നതാണ് അർത്ഥം. ഇമ്പോർട്ടൻ്റ് പേഴ്സൺ എന്ന് നാമപദത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറയാറുണ്ട്. പ്രോമിനൻ്റ് എന്നതും എമിനന്റിന് തുല്യമായിട്ടുള്ള വേർഡാണ്. ഇനി അനോണിമസ് എന്നത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അനോണിമസ് എന്നത് അൺഡിഫൈൻഡ്, അൺനെയിംഡ്, നെയിംലെസ്, പേരറിയാത്ത, അറിയാത്ത, അപരിചിതമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് അനോണിമസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തുല്യമായിട്ടുള്ള ഒരു വേർഡാണ് ഇൻകൊഗ്നിറ്റോ. ഇൻകൊഗ്നിറ്റോ എന്നത് അനോണിമസിന് തുല്യമായിട്ടുള്ള പദമാണ്. അൺഡിഫൈൻഡ്, അൺഐഡന്റിഫൈഡ്, അൺഐഡന്റിഫൈഡ്, അൺനെയിംഡ് നാമമില്ലാത്ത അല്ലെങ്കിൽ നെയിംലെസ്, ഇനി ഇൻകൊഗ്നിറ്റോ എന്നിങ്ങനെ പറയാറുള്ളത് അനോണിമസ് ആണ്. അനോണിമസ് കോൾ വന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അനോണിമസ് എന്നത് അൺഐഡന്റിഫൈഡ് ആണ്, തിരിച്ചറിയപ്പെടാത്തത്, അതിന് നാമമില്ല, അത് ആരാണെന്ന് അറിയില്ല, അങ്ങനെയുള്ളതാണ് അനോണിമസ് എന്ന് പറയുന്നത്. ഇനി അനോണിമസിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ, അറിയപ്പെടാൻ പറ്റുന്നത്, ഐഡന്റിഫൈഡ്, തിരിച്ചറിയപ്പെടാവുന്നത്, സൈൻഡ്, അൺഡൗട്ടഡ്, സംശയാതീതമായിട്ടുള്ളത് എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അനോണിമസ് എന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോൺ, ഐഡന്റിഫൈഡ്. അൺഐഡന്റിഫൈഡ് എന്നത് അനോണിമസ് ആണ്, ഐഡന്റിഫൈഡ് എന്നത് അനോണിമസിന്റെ ഓപ്പോസിറ്റ് ആണ്. സൈൻഡ്, അൺഡൗട്ടഡ് എന്നിവ അനോണിമസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി ഒബ്സ്ക്യൂർ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒബ്സ്ക്യൂർ എന്നത് അവ്യക്തം എന്നാണ് അർത്ഥം. അത് നമുക്ക് വ്യക്തമായിട്ടില്ല, ക്ലിയർ അല്ല. ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത് ഓഫ് അൺസർട്ടൈൻ, ഇൻഡെഫിനിറ്റ് ഓർ അൺക്ലിയർ, വ്യക്തമല്ല നമുക്ക്, അങ്ങനെയുള്ളതിനെയാണ് ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത്, അവ്യക്തം. ഇതിന് തുല്യമായിട്ടുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് വാഗ്യൂ എന്നത്. വാഗ്യൂ എന്ന് പറയുന്നത് ഒബ്സ്ക്യൂർ എന്ന് പറയുന്നതും അവ്യക്തമാണ്. ആംബിഗ്യൂസ്, ആംബിഗ്യൂസ് എന്നത് തുല്യമായിട്ടുള്ള വേർഡാണ് ഒബ്സ്ക്യൂർ. ആംബിഗ്യൂസ് എന്നതും ഒബ്സ്ക്യൂർ എന്ന വേർഡിന് തുല്യമായിട്ടുള്ള വേർഡാണ്. ഇതെല്ലാം അവ്യക്തം എന്നാണ് ഒബ്സ്ക്യൂർ എന്ന വേർഡിന്റെ അർത്ഥം. ഇനി ഒബ്വിയസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്സ്ക്യൂർ. ഒബ്വിയസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്സ്ക്യൂർ. അതുപോലെ തന്നെ വാഗ്യൂവിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ ആണ്. വാഗ്യൂ എന്ത് ചെയ്യുന്നു? വാഗ്യൂവിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ ആണ്. വാഗ്യൂവിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ ആണ്. വാഗ്യൂവിന് തുല്യമായിട്ടുള്ള ഒരു പദമാണ് ഒബ്സ്ക്യൂർ എന്നത്. അവ്യക്തം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എമിനന്റ് എന്ന പദത്തിന് തുല്യമായിട്ടുള്ളതാണ് ഡിസ്റ്റിംഗ്വിഷ്ഡ്. ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രൊമിനൻ്റ് പേഴ്സൺ എന്നിങ്ങനെ പറയുമ്പോൾ നാമം അഡ്ജക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് എമിനന്റ്. ഇനി എമിനന്റിന്റെ എമിനന്റ് എന്നത് പ്രഗത്ഭൻ എന്നിങ്ങനെ പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇനി അനോണിമസ് എന്നത് അൺഐഡന്റിഫൈഡ്, അൺനെയിംഡ്, നെയിംലെസ്, ഇൻകൊഗ്നിറ്റോ എന്നിവയാണ് അനോണിമസിന് തുല്യമായിട്ടുള്ള മറ്റു പദങ്ങൾ. അനോണിമസിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ, ഐഡന്റിഫൈഡ്, സൈൻഡ്, അൺഡൗട്ടഡ് എന്നിവ. ഒബ്സ്ക്യൂർ എന്നത് അവ്യക്തം എന്നാണ് അർത്ഥം. ഓഫ് അൺസർട്ടൻ, ഇൻഡെഫിനിറ്റ് ഓർ അൺക്ലിയർ, വാഗ്യൂ, ആംബിഗ്യൂസ് എന്നിവ ഒബ്സ്ക്യൂറിന് തുല്യമായിട്ടുള്ള പദങ്ങളാണ്. ഒബ്വിയസിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്സ്ക്യൂർ. അപ്പോൾ ഒബ്സ്ക്യൂർ എന്നത് അവ്യക്തം എന്നാണ് അർത്ഥം. ഒബ്വിയസ് എന്നാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഈ വാഗ്യൂ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്ലിയർ. വാഗ്യൂ അവ്യക്തം എന്നാണ്, ക്ലിയർ എന്നത്
വ്യക്തം എന്നതാണ്. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.